بسم الله الرحمن الرحيم. വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തെ നിരന്തരം അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. വർഷത്തിൽ ഒരു മാസം മാത്രം നിർബന്ധമാകുന്ന വ്രതാനുഷ്ഠാനത്തെക്കാൾ, സാമ്പത്തികമായി പ്രത്യേകമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ നൽകേണ്ടുന്ന സക്കാത്ത് സംവിധാനത്തെക്കാൾ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പ്രത്യേകമായ നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോൾ നിർവഹിക്കേണ്ട ഹജ്ജ് കർമ്മത്തെക്കാൾ സുപ്രധാനമാണ് നിസ്കാരം എന്നുള്ളത് കൊണ്ടാണ് നിരന്തരമായി ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ ഒരു പ്രാധാന്യത്തോടുകൂടെയാകണം ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്. ഇരു ലോകത്തും വിശ്വാസികൾക്ക് വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. എങ്ങനെയുള്ള വിശ്വാസികളാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരങ്ങളെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിർവഹിക്കുന്നവരാണ്. സൂക്ഷ്മതയോടുകൂടെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ അവരാണ് ഇരുലോകത്തും വിജയികൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ആനന്ദകരമായ കാര്യം നിസ്കാരമാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ സൂക്ഷ്മതയോടുകൂടെ ഖുശൂഓടുകൂടെ പൂർത്തീകരിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക. അങ്ങനെ ഖുശൂഓടുകൂടെ നമസ്കരിക്കുവാനുള്ള വഴിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നിങ്ങൾ നമസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ വിട വാങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ നമസ്കാരം പോലെയാകണം നിങ്ങളുടെ നമസ്കാരം. ഈ നമസ്കാരം കഴിഞ്ഞാൽ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, ഇത് കഴിയുമ്പോൾ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന ഒരു ചിന്തയോടുകൂടെ വിട വാങ്ങുന്നവന്റെ നമസ്കാരം പോലെ നിങ്ങളുടെ നമസ്കാരത്തെ നിങ്ങൾക്ക് ആക്കി തീർക്കുവാൻ സാധിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഖുശൂഓടുകൂടെ ആ നമസ്കാരത്തെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന് വലിയ ഒരു ചരിത്രമുണ്ട്. ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയല്ല, കാലങ്ങളായി വ്യത്യസ്തങ്ങളായ തലമുറകളിലൂടെ കടന്നു വന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിന്റെ എണ്ണവും രൂപവുമെല്ലാം വ്യത്യസ്തങ്ങളാണെങ്കിൽ തന്നെയും നിസ്കാരം എന്ന പേരിൽ ഒരു ഇബാദത്ത് മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രിയപ്പെട്ട മകനെയും മഹദിയാകുന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരയാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഫലസ്തീനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് മഹദിയാകുന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണോ? മറുപടി പറയാനാകാതെ മഹാനവറുകൾ ഗദ്ഗദത്തോടുകൂടെ അവിടെ നിന്നുകൊണ്ട് നടന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥനയെ പരിശുദ്ധമായ ഖുർആൻ ഇപ്രകാരം പറയുന്നുണ്ട്: അല്ലാഹുവേ, എന്റെ ചോരക്കുഞ്ഞിനെയും മുലകുടി പ്രായം പോലും കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട മകനെയും മഹദിയാകുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഞാനിതാ അല്ലാഹുവേ നിന്റെ കൽപ്പന പ്രകാരം ഈ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത ഈ വിജനമായ മണ്ണിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാനിതാ പോവുകയാണ്. അല്ലാഹുവേ, നീ അവർക്ക് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അല്ലാഹുവേ, ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് പോകുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്തെന്നറിയുമോ? റബ്ബനാ ലിയുഖീമുസ്സലാഹ്,
അള്ളാഹുവെ അവര് നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് നിസ്കാരം കാണാൻ സാധിക്കും. മഹാനായ ഷുഹൈബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ പ്രവാചകന്മാർക്കിടയിൽ ഒരു പ്രഭാഷകനായിട്ടാണ് ഷുഹൈബ് നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത്. ആ ഷുഹൈബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും നിസ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിൽ നിന്നുകൊണ്ട് ഈജിപ്തിലേക്ക് തന്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകുന്ന യാത്ര. ഗർഭിണിയായ ഭാര്യയുണ്ട് കൂടെ, 1-2 പരിചാരകരുണ്ട് കൂടെ, കുറഞ്ഞ ആടുകളും ഒട്ടകങ്ങളുമായിട്ടുള്ള ആ യാത്രയാണ്. ആ യാത്ര രാത്രിയായപ്പോൾ അവർക്ക് വഴിതെറ്റിപ്പോയി. ആ സമയത്താണ് മലമുകളിൽ ഒരു പ്രകാശം കാണുന്നത്. കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ ആ മലമുകളിൽ പോയി നോക്കട്ടെ. ഒന്നെങ്കിൽ ഒരൽപ്പം തീ ലഭിക്കും, ഒരൽപ്പം പ്രകാശം ലഭിക്കും, അതല്ലെങ്കിൽ വഴി അറിയുന്ന ആരെങ്കിലും ഒരാളെ അവിടെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കയറുകയാണ്. പെട്ടെന്ന് ആ മലയുടെ മുകളിലെത്തേണ്ട താമസം പെട്ടെന്ന് ഒരു വിളിയാളം വരികയാണ്, യാ മൂസ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസ, ഞാൻ നിന്റെ റബ്ബാണ്, നീ നിൽക്കുന്നതാകട്ടെ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്, പരിശുദ്ധമായ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് നിന്റെ 2 ചെരുപ്പുകളെയും ഇവിടെ അഴിച്ചു വെക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ സംസാരം ലോകത്ത് അപൂർവമായ ഒരു സംഭവമാണ്. അള്ളാഹുവിന്റെ സംസാരം ഒരു മനുഷ്യൻ കേൾക്കുക എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മഹാനാകുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല അവിടെ നിന്നുകൊണ്ട് ദിവ്യ സന്ദേശം നൽകുകയാണ്, പ്രവാചകത്വം നൽകുകയാണ്. ആ രംഗം പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. മൂസ, ഞാൻ നിന്റെ റബ്ബാണ്, എന്നെ മാത്രമാണ് നീ ആരാധിക്കുവാൻ പാടുള്ളൂ. വാഖിമിസ്സലാത ലിദിക്രി, എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നീ നിസ്കാരം നിലനിർത്തണേ മൂസ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് മൂസാ നബിക്ക് നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിനെ നൽകുകയാണ്. നോക്കൂ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലും നമുക്ക് നിസ്കാരത്തെ കാണാൻ സാധിക്കും. ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള, നിസ്കരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനത്തോടുകൂടെയാകണം മൂസ നീ ഈജിപ്തിൽ വീടുകൾ നിർമ്മിക്കേണ്ടത് എന്ന് അല്ലാഹു തആല കൽപ്പിക്കുകയും ചെയ്തു. നോക്കൂ, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും നിസ്കാരമുണ്ടായിരുന്നു. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്, അതല്ല മഹാനായ ഒരു മനുഷ്യനാണ്. 2 അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും മഹാന്റെ ജീവിതത്തിലും നിസ്കാരം കാണാൻ സാധിക്കും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. കാലങ്ങൾക്ക് ശേഷം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ നൽകുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നിസ്കാരത്തെ നൽകിയതാകട്ടെ വലിയ ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 53 വയസ്സാകുമ്പോൾ ഹിജറ പോകുന്നതിന്റെ 1 വർഷം മുമ്പ് റജബ് 26 അന്ന് രാത്രി അസ്തമിച്ച ആ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബിനെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. ബാക്കി എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല ഭൂമിയിലേക്ക് വഹിയായി നൽകിയപ്പോൾ നിസ്കാരം മാത്രം അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നത്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അനിർവചനീയമായ ഒരു രംഗം. അള്ളാഹുവുമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാജാത്ത് നടത്തുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഇതാ നിസ്കാരത്തെ അല്ലാഹു തആല അള്ളാഹുവിന്റെ സ്നേഹ സമ്മാനമാകുന്ന നിസ്കാരത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. 50 വഖത്ത് നമസ്കാരം, അത് പിന്നീട് 5 വഖത്താക്കി ചുരുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ചരിത്രം നമുക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല.
അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും നിസ്കാരം എത്തിച്ചേരുകയാണ്. ഈ നിസ്കാരത്തിന്റെ പേരിലായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിസ്കാരം നിലനിർത്തുന്ന ആളുകളാണ് വിജയികളാവുക. ആ നിസ്കാരത്തിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുക. മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു തന്റെ സമയം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്യും എന്നുള്ള പ്രതിജ്ഞയോടുകൂടെ ജീവിച്ച മഹാനാണ്. രാവിലെ സമയങ്ങളിലെല്ലാം തണുപ്പിന്റെ ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമൊന്നും വകവയ്ക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നു വരുമ്പോൾ ആ തഹജ്ജുദിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുദൂ ചെയ്യുവാനുള്ള വെള്ളവുമായി മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുമായിരുന്നു. ഒരു ദിവസം റബീഅയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, റബീഅ, നിനക്ക് എന്താണ് ആഗ്രഹം? നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ നീ ചോദിച്ചു കൊള്ളുക, നീ ഇഷ്ടപ്പെടുന്നതിന് നീ ചോദിച്ചു കൊള്ളുക, ആ ചോദിക്കുന്നതിന് ഞാൻ നൽകാം റബീഅ. റബീഅത്ത് ചിന്തിച്ചു, എന്താണ് ചോദിക്കുക? ഈ കാണുന്ന മലഞ്ചെരിവുകളും ആ മലഞ്ചെരിവുകൾ നിറഞ്ഞു നിൽക്കുന്ന ആടുകളും ഒട്ടകങ്ങളും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. പക്ഷേ മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത് മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, അങ്ങയോടൊപ്പം ഈ ഭൂമിയിൽ ഞാൻ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലും നബിയെ അങ്ങയോടുകൂടെ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കണം. അതിനുവേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ റബീഅ, പക്ഷെ അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം, നിസ്കാരം അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, നാളെ ആ മഹ്ശറയിൽ ഹൗദിന്റെ ചാരത്ത് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ സമൂഹത്തെ കാത്തുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നതാണ്. എന്റെ സമൂഹത്തെ കാണുമ്പോൾ ഞാൻ അവർക്ക് ഹൗദിൽ നിന്നുകൊണ്ട് വെള്ളം കോരിക്കൊടുക്കുകയും അവരെ പാനം ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് അങ്ങയുടെ സമുദായത്തെ അങ്ങ് തിരിച്ചറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് നമസ്കാരങ്ങൾക്ക് വേണ്ടി വുദൂ ചെയ്തു എന്ന കാരണത്തിനാൽ അവരുടെ കയ്യും മുഖവുമെല്ലാം ഇങ്ങനെ വെട്ടിത്തിളങ്ങി പ്രകാശിക്കുന്നവരായിട്ടായിരിക്കും എന്റെ സമുദായം നാളെ മഹ്ശറയിൽ വരിക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിസ്കാരത്തെ ജീവിതത്തിൽ ഉപേക്ഷിക്കുവാൻ യാതൊരുവിധ വഴിയുമില്ല. പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിക്കുന്നു, 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമ്മളുടെ വീട്ടിലൊക്കെ 7 വയസ്സായ മക്കളുണ്ട് എങ്കിൽ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ കൂട്ടിക്കൊണ്ടുവരിക. അവർക്ക് വേണ്ടിയിട്ട് നിസ്കാരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തൊപ്പി വാങ്ങിക്കൊടുക്കുക. നിസ്കാരത്തിൽ ധരിക്കാനുള്ള ഒരു വെള്ളവസ്ത്രം വാങ്ങിക്കൊടുക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ, പെൺകുട്ടികളാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു നിസ്കാര കുപ്പായവും മക്കനെയും ഒക്കെ തയ്പ്പിച്ചു കൊടുത്ത് സന്തോഷത്തോടുകൂടെ അവര് നിസ്കരിക്കുന്ന ആ രംഗം കാണുമ്പോൾ അതുകൊണ്ട് ലഭിക്കുന്ന ആനന്ദത്തെക്കാൾ വലിയ ഒരു ആനന്ദം ഒരു മാതാപിതാക്കൾക്കും ഈ ഭൂമിയിൽ ലഭിക്കാനുണ്ടാവുകയില്ല. അത്രയും വലിയ ആനന്ദമാണ്. അതുകൊണ്ട് തന്നെ 7 വയസ്സ് മുതൽ നിങ്ങൾ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ നിസ്കാരത്തിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണം എന്നതാണ് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു നിലയിലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അതിനൊന്നും ഒരു കാരണവും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. നിസ്കാരം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം കണ്ടുപിടിക്കാൻ പോലും സാധ്യമാവുകയില്ല. അങ്ങനെ നിസ്കാരം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്നവർക്ക് ധാരാളം ഗുണങ്ങൾ, നിസ്കരിക്കുന്ന ആളുകളിൽ നിന്നുകൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം കൊഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കരിക്കുന്നവരിൽ നിന്നുകൊണ്ട് പാപങ്ങൾ സംഭവിക്കുകയേ ഇല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്നവരിൽ നിന്നുകൊണ്ട് പാപങ്ങൾ സംഭവിക്കുകയില്ല. ഇനി പാപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ പാപങ്ങൾ അവരിൽ നിന്നുകൊണ്ട് ആ നിസ്കാരം കാരണമായി പൊറുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. وَإِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ,
തീർച്ചയായും നന്മകൾ ചെയ്യുന്നതിലൂടെ തിന്മകളെ അല്ലാഹു തആല പുറത്തു തരിക തന്നെ ചെയ്യുന്നതാണ്. മഹാനാകുന്ന യാസിർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സഹാബിയായിരുന്നു, വലിയ ഇഷ്ടക്കാരനായ സ്വഹാബിയായിരുന്നു, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയായിരുന്നു മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു. ആ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കാരക്കയുമായി വന്ന ഒരു സ്ത്രീയെ യാസിർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. മഹാനവറുകൾക്ക് വലിയ നിരാശയായി, വലിയ പ്രയാസമായി. അല്ലാഹുവേ, ഞാനിനി എന്ത് ചെയ്യും? മഹാനവറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു, നബിയെ, ഇങ്ങനെ ഒരു സംഭവം എന്നിൽ നിന്നുണ്ടായിപ്പോയി. നബി തങ്ങൾ ചോദിച്ചു, യാസിറെ, നിന്നിൽ നിന്നത് സംഭവിച്ചു പോയോ? അങ്ങനെ മഹാനാകുന്ന യാസിർ റളിയല്ലാഹു അൻഹു നിരാശയോടുകൂടെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, ഈ ഒരു തെറ്റ് കാരണമായി ഞാനെങ്ങാനും ഇനി നരകത്തിലേക്ക് പോകുമോ എന്നതാണ് മഹാനവറുകളുടെ ഭയം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ വഹിയുമായി കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസിർ എന്ന സഹാബിയുടെ മുന്നിൽ ഓതിക്കൊടുക്കുന്നു, വഅഖിമിസ്സലാത തർഫഇന്നഹാറ വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് ദാലിക ദിക്റാ ലിസ്സാകിരീൻ. തീർച്ചയായും നന്മകൾ ചെയ്യുന്നതിലൂടെ തിന്മകളെ പൊറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം നിലനിർത്തുക, നിസ്കാരം അത് ചിട്ടയോടുകൂടെ നിർവഹിക്കുക, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. ആ നിസ്കാരം നിലനിർത്തുന്നതിലൂടെ നിന്റെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ മഹാനായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം ചിട്ടവെക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിന്മകളുമെല്ലാം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കൂടുതലും വേണ്ടാവൃത്തികൾക്ക് പിന്നിൽ നമ്മളുടെ സമുദായത്തിന്റെ ആളുകൾ തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അവരിലും അവരുടെ കുടുംബങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടവരിലും മക്കളിലുമൊന്നും നിസ്കാരം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം. നിസ്കാരത്തിൽ നിന്നുകൊണ്ടവർ അകന്നുപോയി എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വേണ്ടാവൃത്തികളിലേക്കും പാപങ്ങളിലേക്കുമെല്ലാം ഇന്ന് നമ്മളുടെ സമൂഹം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങാൻ, ഇനിയുള്ള കാലം അള്ളാഹുവിലേക്ക് വേണ്ട രീതിയിൽ അടുക്കുവാൻ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.